ADGP RSS ബന്ധത്തിന്റെ പേരിൽ CPI എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് കടുത്ത നിലയിൽ തന്നെ തുടരുകയാണ്. ADGP അജിത് കുമാറിനെ മാറ്റണം എന്ന നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന് CPI ഇടതുമുന്നണിയെ വീണ്ടും വീണ്ടും അറിയിക്കുന്നു. ഈ സാഹചര്യത്തിൽ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും ഉടൻ മാറ്റി തലയുരാനാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ശ്രമങ്ങൾ. കാരണം നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച ആരംഭിക്കും. പക്ഷേ അതിനു മുമ്പ് തന്നെ പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായി ഒരു പരിഹാരം മുന്നണിക്കുള്ളിൽ ഉണ്ടാക്കുക എന്നതാണ് CPMന്റെ ലക്ഷ്യം. MR അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്നും മാറ്റിയേക്കും. പക്ഷേ എതിരായ വിജിലൻസ് അന്വേഷണം തുടരും. DGP നിലവിൽ തൃശൂർ പൂര വിഷയത്തിൽ ADGPക്കെതിരെയും അന്വേഷണം നടത്തുന്നുണ്ട്. ക്രമസമാധാനത്തിന് പുറമെ സായുധ ബറ്റാലിയന്റെ ചുമതലയും ഇപ്പോൾ MR അജിത് കുമാറിനുണ്ട്. അതുകൊണ്ട് അജിത് കുമാറിന് തൽക്കാലം വീട്ടിലിരിക്കേണ്ടി വരില്ല എന്നാണ് CPMന്റെ കണ്ടെത്തൽ. CPIയെ തണുപ്പിക്കാൻ ക്രമസമാധാനം മറ്റൊരു ADGPയായ H വെങ്കടേഷിന് കൈമാറി പ്രശ്നം തീർക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ നീക്കിയാൽ CPI തൽക്കാലത്തേക്ക് തൃപ്തരായിരിക്കും. വലിയ പരിക്കില്ലാതെ അജിത് കുമാറിനെ രക്ഷിക്കാനും സർക്കാരിനാകും. സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് സർക്കാർ അടുത്തിടെയൊന്നും കടക്കുകയുമില്ല. കാരണം അതിന് തക്കതായ കുറ്റങ്ങളൊന്നും ADGP ചെയ്തതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. RSS നേതാക്കളെ കണ്ടത് തൻ്റെ വ്യക്തിപരമായ സന്ദർശനം എന്നായിരുന്നു ADGP മുഖ്യമന്ത്രിക്ക് നൽകിയ വിശദീകരണത്തിലുമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ അതിൽ തൃപ്തരാണ്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ പോലീസ് മേധാവി നടത്തുന്ന അന്വേഷണം പൂർത്തിയായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിന് സുരക്ഷിതമായി തന്നെ ഇപ്പോഴും പോലീസ് സേനയിൽ തുടരാം. വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങും. അതിനു മുമ്പ് തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. സഭയ്ക്കുള്ളിൽ ഇത് വിവാദത്തിന്റെ വീര്യം കുറയ്ക്കാൻ ഉപകരിക്കുമെന്ന നിഗമനത്തിലാണ് സർക്കാർ. സർക്കാരിന് പിന്നെ പ്രതിപക്ഷത്തെ മാത്രം നേരിട്ടാൽ മതിയാകും. RSS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ ADGP ക്രമസമാധാന ചുമതലയിൽ തുടരില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വീണ്ടും ആവർത്തിച്ചിരുന്നു. ADGPക്കെതിരെ ഉയർന്ന പരാതികളിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം അറിയിക്കാമെന്ന് മുഖ്യമന്ത്രിയും CPIക്ക് വ്യക്തത നൽകിയിരുന്നു. ബുധനാഴ്ചയാകും മന്ത്രിസഭാ യോഗം വീണ്ടും ചേരുക. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റിയേ പറ്റൂ എന്ന കടുത്ത നിലപാട് ആവർത്തിക്കുകയാണ് CPI. LDF സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥന് RSS ബന്ധം പാടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലപാട് തുടരുന്നു. മുഖ്യമന്ത്രിയുമായി ഒരു തർക്കത്തിനില്ല. എന്നാൽ ADGPയെ മാറ്റാതെ മുന്നോട്ട് പോകാൻ ഗവൺമെന്റിന് പ്രയാസമായിരിക്കും എന്നാണ് CPI നേതാവ് പ്രകാശ് ബാബുവും പറഞ്ഞത്. ADGPയെ മാറ്റുന്നത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് CPIയുടെ നിലപാട്. ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ഒരു കാരണവശാലും RSS ബന്ധം പാടില്ല എന്ന് ബിനോയ് വിശ്വം ആവർത്തിക്കുന്നു. ഒരു വട്ടമല്ല, 2 വട്ടം. എന്തിനാണെന്ന് ആർക്കും അറിയാത്ത കാരണങ്ങളാൽ അറിയപ്പെടുന്ന RSS നേതാക്കളെ MR അജിത് കുമാർ കണ്ടു. LDF ഭരിക്കുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGPയെ ഇരിക്കാൻ അജിത് കുമാർ അർഹനല്ല. ഇതാണ് CPIയുടെ നിലപാട്. അത് ഉറച്ച നിലപാടാണ്. ADGPയുടെ ചുമതല വഹിക്കാൻ RSS ബന്ധമുള്ള ഉദ്യോഗസ്ഥന് അർഹതയില്ലാത്തതിനാൽ അദ്ദേഹം മാറിയേ തീരൂ എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. ADGPയെ മാറ്റാതെ മുന്നോട്ട് പോകാൻ ഗവൺമെന്റിന് പ്രയാസമായിരിക്കുമെന്നാണ് CPI നേതാവ് പ്രകാശ് ബാബുവും പറയുന്നത്. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന സമീപനമാണ് മുഖ്യമന്ത്രിക്ക്. അതിൻ്റെ പേരിൽ ഒരു തർക്കത്തിനില്ല. അന്വേഷിച്ച് ഒരു നിഗമനത്തിലെത്തി ചേരാൻ കഴിയുന്ന വിഷയമല്ല ഇത്. ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. ADGPക്കെതിരെ തുടർച്ചയായ പല വിഷയങ്ങളും വന്നു. ADGPയെ മാറ്റുന്നത് ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഇതൊരു ഉറപ്പിൻ്റെ കാര്യമല്ല. പക്ഷേ മുഖ്യമന്ത്രി പറയുന്ന ഉറപ്പുകളെ മുഖവിലക്കെടുക്കുകയാണെന്നാണ് പ്രകാശ് ബാബുവിൻ്റെ നിലപാട്. എന്തായാലും തീരുമാനം ദിവസങ്ങൾക്കകം ഉണ്ടാകും. അതോടെ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ തണുപ്പിക്കാനാകുമെന്നാണ് CPMന്റെ കരുതലും.